Hi everyone, welcome to the 30 days challenge of emotional intelligence and body language, day 3. My name is Rakesh Vijayan, emotional intelligence and body language expert. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൊടുക്കോളൂ. So let's come to the point. ഇന്ന് നമ്മുടെ ഡേ 3 ആണ്. അപ്പോൾ ഡേ 2 ചലഞ്ച് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങളോ എന്തെങ്കിലും ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഡേ 3 ചലഞ്ച് ഇതാണ്, ഒബ്സർവ് യുവർ ഫേഷ്യൽ എക്സ്പ്രഷൻ ഡ്യൂറിങ് എ കോൺവെർസേഷൻ. ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് അണ്ടർസ്റ്റാൻഡ് യുവർ ഫേസ് വാട്ട് ഇമോഷൻ യു ആർ ഡിസ്പ്ലേയിങ്. നാളെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഓഫീസിലോ കൊളീഗ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ബോസിനോടോ നിങ്ങളുടെ കോളേജിലോ ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ഒബ്സർവ് യുവർ ഫേഷ്യൽ എക്സ്പ്രഷൻ. അത് എന്ത് ഇമോഷനാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ള കാര്യം നോക്കുക. അതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഹാപ്പിയാണോ, നിങ്ങൾ ബോറിംഗ് ആണോ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, എന്ത് എക്സ്പ്രഷനാണ് നിങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്യണം. നിങ്ങൾ പ്ലസൻ്റ് ആണോ, അത് നിങ്ങൾ ബോറടിച്ചിട്ടും പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫേഷ്യൽ എക്സ്പ്രഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, എന്ത് എക്സ്പ്രഷനാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് എക്സ്പ്രഷനാണ് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ട്രൂ ആയിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ലിസൺ ചെയ്യുന്ന സമയത്ത് എന്ത് ഇമോഷനാണ് ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ആളോട് ചോദിക്കാം. അപ്പോൾ കുറേ നാളായിട്ടുള്ളൊരു ഫ്രണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ആൻസർ നിങ്ങൾക്ക് തരാൻ പറ്റും. ഫേസ് ഈസ് ദ മോസ്റ്റ് വിസിബിൾ പാർട്ട് ഓഫ് അവർ ബോഡി. സോ ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും ചിലപ്പോൾ ആളുകൾ റിയാക്ട് ചെയ്യുക നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ. സോ ഇറ്റ് ഈസ് വെരി ഇമ്പറേറ്റീവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇമോഷൻസ് വി ആർ ഡിസ്പ്ലേയിങ് ഓൺ അവർ ഫേസ്. സോ അത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബി മോർ അവെയർ ഓഫ് യുവർ സെൽഫ്. അപ്പോൾ ഡേ 4 ചലഞ്ചുമായിട്ട് നാളെ ഞാൻ വരാം. അണ്ടിൽ ദെൻ ബൈ, സീ യു.